ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഞാൻ ഇന്ന് പിന്നെയും ബസ് സിമുലേറ്ററിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നേക്കണേ. ഇന്ന് ഞാനൊരു അടിപൊളി മോഡ് കൊണ്ടുവന്നുണ്ട്. ബസ് തന്നെയാണ് കേട്ടോ ഗൈസ്. ഇതാണ് നമ്മൾ ഇന്ന് ഓടിക്കാൻ പോണ വണ്ടി. ഒരു പ്രൈവറ്റ് ബസ്സാണ് കേട്ടോ ഗൈസ്. നിങ്ങൾ തംബ്നെയിൽ കണ്ടു കാണും. അപ്പോൾ ഇതാണ് കേട്ടോ ഗൈസ് നമ്മൾ ഇന്ന് ഓടിക്കാൻ പോണ വണ്ടി. വണ്ടിയുടെ പേര് ഐഷാസ് എന്നാണ്. വണ്ടി കാണാൻ നല്ല ലുക്കായിട്ടുണ്ട് കേട്ടോ ഗൈസ്, ഒരു രക്ഷയില്ല. മുകളിൽ ടോപ്പ് ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു മോഡിഫൈഡ് പ്രൈവറ്റ് ബസ്സാണ് ഇത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ട്രിപ്പ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഞാൻ വണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇതിൻ്റെ ഉള്ളിൽ കണ്ടു ഗൈസ്, ഇതിൻ്റെ ഇൻറ്റീരിയറാണ് ഏറ്റവും സെറ്റപ്പ്. ശരിക്കും ഒരു പ്രൈവറ്റ് ബസ് എങ്ങനെയാണോ അതേപോലെ തന്നെ ഇവർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. മാക്സിമം ഇതിൻ്റെ ഉള്ളിൽ കണ്ടില്ലേ, മാലയും തോരണങ്ങളൊക്കെ തൂക്കിയിട്ടുണ്ട്. പിന്നെ ലൈലാൻഡിൻ്റെ സ്റ്റിയറിങ്ങൊക്കെ ഉണ്ട്. പിന്നെ കണ്ടോ ഗൈസ്, മുകളിൽ ദൈവങ്ങളുടെ ഫോട്ടോയൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്കേതായാലും ഇനി ഇവിടുന്ന് റൈറ്റ് എടുക്കണം. നമുക്ക് ചെറുതായിട്ട് പാട്ടൊക്കെ ഇട്ട് പോകട്ടോ ഗൈസ്. കോപ്പിറൈറ്റ് കിട്ടി കഴിഞ്ഞാൽ തീർന്നു. കോപ്പിറൈറ്റ് ഇല്ലാത്ത ഏതെങ്കിലും പാട്ടുകളാണെങ്കിൽ ഇടാം ഗൈസ്. നമുക്കൊരു അരിഞ്ഞ് ഇന്ന് മാനുവൽ ഗിയർ ഇട്ട് ഓടിക്കാം കേട്ടോ ഗൈസ് വണ്ടി. ഞാനാണെങ്കിൽ റൈറ്റ് സൈഡിൽ സൈഡ് മിറർ ഓഫാക്കിയിട്ടുണ്ട്. ചെറുതായിട്ട് ലാഗ് അടിക്കുന്നുണ്ട് കേട്ടോ ഗൈസ്, അതുകൊണ്ടാണ് ഞാൻ ഓഫാക്കിയിട്ടത്. നമുക്കിനി നേരെ പോവാം. ഈ മാനുവൽ ഗിയർ ഇട്ടേക്കണ ചെറിയൊരു പ്രശ്നമുണ്ട്. ചിലപ്പോൾ ഫസ്റ്റിലിടുമ്പോൾ തേർഡിലോട്ട് പോവും, പിന്നെ സെക്കൻഡിലോട്ട് ഇടുമ്പോൾ റിവേഴ്സിലോട്ട് പോവും. അങ്ങനെ കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ട് കേസ്. ചെറുതായിട്ട് വഴി തെറ്റിയെന്ന് തോന്നുന്നു, പണി പാളി കേസ്. നമുക്ക് ആദ്യം ചെറുതായിട്ട് വഴി തെറ്റിയായിരുന്നു കേട്ടോ. ഇപ്പം നമ്മൾ ശരിക്കും കറക്റ്റ് വഴി കൂടെയാണ് പോണേ. ഈ മാനുവൽ ഗിയറൊക്കെ ഇട്ട് ഓടിക്കാൻ രസമൊക്കെ ഉണ്ട് കേട്ടോ കേസ്, കൊള്ളാം. സൈഡ് മിറർ ഇല്ലാത്ത തന്നെ എന്തോ പോലെ. ഓ, ലോഡിങ് മാപ്പായി. ഇപ്പം നമ്മൾ ഏതോ ചെറിയ റോട്ടിൽ കൂടെയൊക്കെയാണ് പോണേ. സൈഡിൽ മരങ്ങളൊക്കെ ഉണ്ട് നിറച്ച് കേസ്. പിന്നെ ഇല്ലേ, നമുക്ക് അടുത്ത ബസ് സിമുലേറ്ററിൻ്റെ വീഡിയോ ഇടുമ്പോൾ കേരള ട്രാഫിക് മോഡ് ഇടാൻ ഞാൻ നോക്കാം കേട്ടോ ഗൈസ്. നേരത്തെ ട്രാഫിക് മോഡ് ഇടാൻ നേരത്ത് നമുക്ക് നമ്മുടെ കയ്യിലുള്ള ബസ് സിമുലേറ്ററില്ലേ, അതായത് നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് കയറുന്ന ആ ഗെയിമിൽ തന്നെ അതിൻ്റെ നമുക്ക് OBB മാറ്റിയിട്ട് വേറെ ഒരെണ്ണം ഡൗൺലോഡ് ചെയ്ത് ഇട്ടാൽ മതിയായിരുന്നു. ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ മാപ്പ് ഡൗൺലോഡർ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ 3 ഫയലുകൾ വേറെ ഇൻസ്റ്റാൾ ചെയ്യണം. അതിന് കുറച്ചും കൂടെ MB ഒക്കെ ആവും. പഴയ അപ്ഡേറ്റിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരുന്നു, പക്ഷേ ഇപ്പോൾ ഇച്ചിരി പാടാണ്. അതാണ് ഞാൻ ഇത് കൊണ്ടുവരാൻ നോക്കാത്തത്. ഞാൻ എന്ത് കഷ്ടപ്പെട്ടാണെങ്കിലും അടുത്ത പ്രാവശ്യം കൊണ്ടുപോകാൻ നോക്കാട്ടോ ഗൈസ്. ശരിയായില്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ട്രാഫിക് മോഡാകുമ്പോൾ ഗൈസ് KSRTCയും ടൂറിസ്റ്റ് ബസ്സും പ്രൈവറ്റ് ബസ്സും അങ്ങനെ നമ്മുടെ കേരളത്തിലെ കുറേ കാറുകൾ അങ്ങനെ കുറേ സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പിന്നെ സ്ഥലങ്ങളിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അത് നമ്മൾ കളിക്കുകയാണെങ്കിൽ നമുക്കത് ശരിക്കും കേരളത്തിലേക്കൂടെ വണ്ടി ഓടിക്കണ ഒരു ഫീലൊക്കെ കിട്ടും. ഇതും കുഴപ്പമില്ല ഗൈസ്. ഇതിൻ്റെ അകത്തെ ബസ്സുകളൊക്കെ കണ്ടു. ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കേരളം അല്ലെന്ന് എല്ലാവർക്കും അറിയാം. ഈ ഇന്തോനേഷ്യയിലത്തെ ബസ്സുകളും ലോറികളൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ളൂ. ഇപ്പോൾ പിന്നെ വേറെ കുറച്ച് വണ്ടികളൊക്കെ ഇതിൻ്റെ അകത്ത് വന്നു. ഇന്നോവ, പിന്നെ MGയുടെ ഒരു ഇലക്ട്രിക് കാറില്ലേ ഗൈസ്, ചെറുത്, അതൊക്കെ ഉണ്ട് ഇപ്പോൾ ബസ് സിമുലേറ്ററിൻ്റെ അത്. പിന്നെ ഗൈസ്, നമുക്ക് ഈ മാപ്പിൻ്റെ അകത്തൊരു സ്ട്രെയിറ്റ് റോഡൊക്കെ വരുന്നുണ്ട്. അടുത്ത ലോഡി മാപ്പിലാണത്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് വണ്ടിയുടെ സ്പീഡൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാം കേട്ടോ ഗൈസ്. ഇപ്പോൾ വണ്ടി ഇടിച്ചാരണം ഡാമേജൊക്കെ ആയി, ഹെൽത്തൊക്കെ കുറഞ്ഞു ഇച്ചിരി. ഫുൾ ഹെൽത്തിൽ ടെസ്റ്റ് ചെയ്താലാണ് കറക്റ്റ് സ്പീഡ് നമുക്ക് കിട്ടുള്ളൂ. ഇനി നമുക്ക് റിപ്പയർ ചെയ്യേണ്ടി വരും അതിന് ഗൈസ്. ഇവിടെ ആണെങ്കിൽ പിന്നെ മഴയും പെയ്തു. ഞാൻ സൈഡിലത്തെ വിൻഡോയൊക്കെ അടച്ചിട്ടു ഗൈസ്. നമ്മുടെ പ്രൈവറ്റ് ബസ്സിനെ പോലത്തെ ആ ഷീറ്റ് പോലത്തെ സംഭവമാണ്. ഇതിൻ്റെ അകത്ത് ഗ്ലാസ് അല്ല കേട്ടോ ഗൈസ്, പഴയ മോഡൽ വണ്ടി ആയ തന്നെയാണ്. ഇപ്പോഴത്തെ ബസ്സുകളിലൊക്കെ സൈഡിലൊരു ഗ്ലാസ് അല്ലേ ഗൈസ് തന്നെ, ഇതിൻ്റെ അകത്ത് അങ്ങനത്തെ സംഭവമല്ല. ഓക്കെ, ഇവിടെ ഒരു ടോളൊക്കെ വന്നു. ഇത് ഫ്രീ ആണ് ഗൈസ്. ഞാൻ ആ സ്പീഡ് ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ റോഡ് ഇവിടെ എത്താറായിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ പോയാൽ മതി. അവിടെ ആണെങ്കിൽ നമുക്ക് സ്പീഡ് ടെസ്റ്റ് ചെയ്യാം. വലിയ റോഡായിരുന്നു, ഓവർടേക്കൊക്കെ ചെയ്ത് പോകാൻ പറ്റും. നമ്മൾ നേരത്തെ ഓടിച്ചുകൊണ്ടുവന്ന റോഡിലാണെങ്കിൽ ഓവർടേക്ക് ചെയ്യുമ്പോഴത്തേക്കും അപ്പുറത്തുനിന്ന് വണ്ടി വരും. അത് കാരണം ഇച്ചിരി സീനായിരുന്നു. ഇവിടെ ഇഷ്ടം പോലെ സ്ഥലമായിരുന്നു, കുഴപ്പമില്ല. ഇവിടെയല്ല കേട്ടോ ഗൈസ്, കുറച്ചും കൂടെ പോകണം. തീരെ ചെറിയ റോഡാണ്, 2 വണ്ടിക്ക് കഷ്ടിച്ച് പോകാവുന്ന സ്ഥലമുള്ളൂ. ഇത് 1 വേ ആണ് കേട്ടോ ഗൈസ്.
ഇതെന്താ ടോളാണോ? അല്ല അല്ല അല്ല, ഇത് ടോളല്ല. ഗൈസ്, ഞാൻ പറഞ്ഞ റോഡ് ഇവിടെ എത്തിയുണ്ട്. ഇനി നമുക്ക് കത്തിച്ചു വിടാം. ഓക്കെ, ഫ്രണ്ടിൽ ആംബുലൻസൊക്കെ പോകുന്നുണ്ട്. ആംബുലൻസിനൊക്കെ ഓവർടേക്ക് ചെയ്തു. ആംബുലൻസ് ആയിട്ട് തന്നെ ഇത്രയും പയ്യെ പോണേ. അതെന്തില്ല കേട്ടോ, അത് അവരുടെ ഇഷ്ടം പോലെ അവർ ഓടിച്ചോട്ടെ. നമുക്കേതായാലും പറപ്പിച്ചു വിടാം. നമുക്ക് കറക്റ്റ് സമയത്ത് അവിടെ എത്തണം. കണ്ടോ ഗൈസ്, ഇവിടെയാണെങ്കിൽ അത്യാവശ്യം ട്രാഫിക്കും വണ്ടികളൊക്കെ ഉണ്ട്. ഇനി കുഴപ്പമില്ല. ഇപ്പോൾ തന്നെ 140 നടന്നു. ജെല്ലങ്ങ് തുറന്നിടാം. കാറ്റടിച്ച് പറന്നു പോകും. ഓക്കെ, ഞാനവിടെ പറപ്പിച്ചു കൊണ്ടുണ്ട്. 146 നിൽക്കുവാണ്. ബെസ്റ്റ്. ഞാനവിടെ ഗിയർ മാറ്റിയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് സ്പീഡ് കയറണേ? ഞാൻ 4th ഇത്ര നേരം ഓടിച്ചോണ്ടിരുന്നത്. ഈ വണ്ടിക്ക് മൊത്തം 6 ഗിയർ ഉണ്ട് കേട്ടോ ഗൈസ്. ഓക്കെ, ഇപ്പം 160 വെറുതെ ആണോ സ്പീഡ് കയറാത്തത്? സൈഡിൽ പിന്നെ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട്. എന്താ പിള്ളേരെ, പേടിക്കൊന്നും വേണ്ട. അണ്ണം പ്രോയാണ്. എവിടെയെങ്കിലും പോയി ഇടിച്ച് കയറ്റുന്നുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഇപ്പം 170 നടന്നു. 171, 72. ഇവരൊക്കെ പേടിച്ചിരിക്കുമായിരിക്കും ചിലപ്പോൾ. ഇപ്പോൾ സ്പീഡൊക്കെ കയറാനുള്ള കേട്ടോ ഗൈസ്. ഓക്കെ, 170 സൈഡിൽ തട്ടി. ഇപ്പോൾ 170, പിന്നെ 170. ഓക്കെ, ഇപ്പോൾ ചെറുതായിട്ട് കയറുന്നുണ്ട്. ഞാനാണെങ്കിൽ ഇവിടെ പറപ്പിച്ചാട്ടോ ഗൈസ് ഇവിടെ. ഇവിടെ 6ാമത്തെ ഗിയറിലാണ് കണ്ടു ഞാൻ പോണേ. 180 നടന്നു. ഇപ്പം 190 188, 189, 190 ഗൈസ്. ഇതെന്തായാലും 200 കിടക്കുമെന്നാണ് എനിക്ക് തോന്നണേ. 200 മേലെ പോയിരിക്കും. വണ്ടികളായിരുന്നു 200 ആക്കാൻ പറ്റില്ല. 197, 98. ഓക്കെ ഗൈസ്, 200. ഇവിടെ സ്ട്രെയിറ്റ് റോഡായാലും കുഴപ്പമില്ല. കണ്ടോ ഗൈസ്, വലിയ റോഡാണ്. ഇത്ര സ്പീഡിലൊന്നും ശരിക്കും നമ്മുടെ കേരളത്തിലൊന്നും ഓടിക്കാൻ പറ്റില്ല. ഗെയിമിൽ ഓടിക്കാം നമുക്ക്. ഇതിൻ്റെ അത് നമുക്ക് ഇഷ്ടമുള്ള പോലെ വണ്ടി ഓടിക്കാം. ആരും ചോദിക്കാൻ പറ്റില്ല. ഇതിൻ്റെ അകത്ത് പിന്നെ പോലീസൊക്കെ ഉണ്ടെങ്കിലും നമ്മളെ പിടിച്ചോണ്ടൊന്നും പോയില്ല കേട്ടോ ഗൈസ്. ചുമ്മാ നമ്മുടെ സൈഡിൽ കൂടെയൊക്കെ വണ്ടികളുടെ കൂട്ടത്തിൽ ചുമ്മാ പോവുള്ളൂ പോലീസുകാർ. അതുകൊണ്ട് ഗൈസ്, ആ മഞ്ഞ കുഞ്ഞു വണ്ടി കണ്ടില്ല, അതാണ് MGയുടെ ഞാൻ പറഞ്ഞ ആ വണ്ടി. എൻ്റെ പേരെനിക്കറിയില്ല കേട്ടോ. ഓക്കെ, 208 ഗൈസ്. അപ്പോൾ ഈ വണ്ടി എന്തായാലും എൻ്റെ അമ്മ ഇടിച്ചു. ഈ വണ്ടി എന്തായാലും 210 കയറുമായിരിക്കും, ഉറപ്പാണ്. നമ്മുടെ വണ്ടിയുടെ ഹെൽത്ത് ഇപ്പോൾ 74%. മൊത്തം ചെളിയും പിടിച്ചു. ഓക്കെ, ഏതായാലും വണ്ടി ഒന്ന് റിപ്പയർ ചെയ്യാം. നമ്മുടെ ട്രിപ്പ് കൂടെ കഴിയാറായുണ്ട്. ഈ സ്ഥലത്താണ് നമ്മളെ ട്രിപ്പ് കഴിയണ സ്ഥലം. ഇന്ന് തന്നെ ഞാൻ ഫ്രീ മോഡാണ് കേട്ടോ ഗൈസ് കളിച്ചേ. ഇനി നമുക്ക് കളിക്കുമ്പോൾ കരിയർ മോഡ് കളിക്കാം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ചാനൽ സബ് ചെയ്തിട്ട് ചാനൽ കൊണ്ട് സബ് ചെയ്തിട്ട് അതിൻ്റെ അപ്പുറത്താണ് ബെല്ലൈക്കണില്ലേ, അതങ്ങ് അടിച്ച് പൊട്ടിക്കുക. അപ്പോൾ ഇനി നമുക്ക് ബസ് സിമുലേറ്ററിൻ്റെയും ഇന്ത്യൻ ബൈക്കിൻ്റെയും കുറേ വീഡിയോസായിട്ട് ഇനിയും വരാം. നമുക്കിനി അടുത്തൊരു വീഡിയോ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ. ട്രിപ്പ് കൂടെ കഴിഞ്ഞുണ്ട്.